ഒരുപക്ഷേ HDFC ബാങ്കിനേക്കാളും മികച്ച ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ബാങ്കിംഗ് സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് ICICI ബാങ്ക്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ICICI ബാങ്ക് 3.7% ഉയർന്ന് 1407 ക്ലോസിംഗ് നൽകി. 10 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 20.47. ക്വാർട്ടർലി റിസൾട്ട് മികച്ചതായിരിക്കും എന്നുള്ള ആൻറ്റിസിപ്പേഷൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം സ്റ്റോക്ക് 52 വീക്ക് ഹൈക്ക് അടുത്ത് തന്നെ ക്ലോസിംഗ് നൽകിയത്. ICICI ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ ബാങ്കിൻ്റെ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 18%, ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 7% ഉയർന്നു. മാർക്കറ്റ് 12,050 കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് 12,629 കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനി നേടിയത്. കൂടാതെ 11 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ഡിവിഡൻഡ് പ്രഖ്യാപിച്ചതെങ്കിലും റെക്കോർഡ് ഡേറ്റ് പുറത്തുവിട്ടിട്ടില്ല. ICICI ബാങ്കിൻ്റെ അസറ്റ് ക്വാളിറ്റി HDFC ബാങ്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇംപ്രൂവ് ആയിട്ടുണ്ട്. HDFC ബാങ്കിൻ്റെ അസറ്റ് ക്വാളിറ്റി ഇയർ ഓൺ ഇയറിൽ ഡിറ്റോറിയേറ്റ് ആയപ്പോൾ ICICI ബാങ്കിൻ്റെ അസറ്റ് ക്വാളിറ്റിയിൽ ഗ്രോസ് NPA 2.16% നിന്നും 1.67% ഇയർ ഓൺ ഇയറിൽ ഇംപ്രൂവ് ആയിട്ടുണ്ട്. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കിയാൽ 1.96% നിന്നും 1.67% ഇംപ്രൂവ് ആയിരിക്കുന്നത്. നെറ്റ് NPA 0.42% നിന്നും 0.39% ഇയർ ഓൺ ഇയറിലും 0.42 നിന്നും 0.39 ക്വാർട്ടർ ടു ക്വാർട്ടറിലും ഇംപ്രൂവ് ആയി. ഇവിടെ HDFC ബാങ്കിൻ്റെ അസറ്റ് ക്വാളിറ്റി ഇയർ ഓൺ ഇയറിൽ ഡിറ്റോറിയേറ്റ് ആയെങ്കിലും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ ഇംപ്രൂവ് ആയിരുന്നു. പക്ഷേ ICICI ബാങ്കിൻ്റെ അസറ്റ് ക്വാളിറ്റി ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും ഇംപ്രൂവ് ആയിട്ടുണ്ട്. കൂടാതെ ഗ്രോസ് NPA അല്ലെങ്കിൽ അബ്സല്യൂട്ട് ടേമിൽ ഗ്രോസ് NPA ഇയർ ഓൺ ഇയറിൽ 27,745 കോടിയിൽ നിന്നും 24,166 കോടിയിലേക്ക് ഇടിഞ്ഞു. ക്വാർട്ടർ ടു ക്വാർട്ടർ 27,961 കോടിയിൽ നിന്നും 24,166 കോടിയിലേക്കാണ് ഇടിഞ്ഞിരിക്കുന്നത്. ബാഡ് ലോൺസിനെ കേറ്റർ ചെയ്യുന്നതിന് വേണ്ടി നീക്കിവെച്ചിരിക്കുന്ന പ്രൊവിഷൻ എമൗണ്ട് HDFC ബാങ്ക് ഇയർ ഓൺ ഇയറിൽ 718 കോടിയിൽ നിന്നും 891 കോടിയിലേക്ക് ഉയർത്തിയെങ്കിലും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 1,227 കോടിയിൽ നിന്നും 891 കോടിയിലേക്ക് കുറയ്ക്കുകയാണ് ചെയ്തത്. ടോട്ടൽ പ്രൊവിഷൻ കവറേജ് റേഷ്യോ 76.2% മെയിൻറ്റെയിൻ ചെയ്തിട്ടുമുണ്ട്. ഇനി ഡെപ്പോസിറ്റിലും അഡ്വാൻസസിലും ബാങ്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ICICI ബാങ്കിൻ്റെ ഡെപ്പോസിറ്റ് 14% ഇയർ ഓൺ ഇയറിലും 5.9% ക്വാർട്ടർ ടു ക്വാർട്ടറിലും ഉയർന്നു. ആവറേജ് ഡെപ്പോസിറ്റിൽ 11.4% വർധനവുണ്ടായി. കറണ്ട് അക്കൗണ്ട് ഡെപ്പോസിറ്റ് ഇയർ ഓൺ ഇയറിൽ 9.6%, സേവിങ്സ് അക്കൗണ്ട് ഡെപ്പോസിറ്റ് ഇയർ ഓൺ ഇയറിൽ 10% ഉയർന്നു. ടോട്ടൽ അഡ്വാൻസസ് 13% വർദ്ധിച്ചിരിക്കുന്നത്. റിറ്റെയിൽ ലോൺ പോർട്ട്ഫോളിയോയിൽ 8.9% വളർച്ച കൈവരിച്ചിട്ടുണ്ട്. ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ 43.8% റിറ്റെയിൽ ലോൺ പോർട്ട്ഫോളിയോയിലാണ് വരുന്നത്. കൂടാതെ ക്വാർട്ടർ 4-ൽ 241 പുതിയ ബ്രാഞ്ചുകളും ICICI ബാങ്ക് ഓപ്പൺ ചെയ്തു. ഇതുവഴി ICICI ബാങ്കിൻ്റെ ടോട്ടൽ ബ്രാഞ്ചുകളുടെ എണ്ണം 6,983 എത്തി. ടോട്ടൽ ATMകളുടെ എണ്ണം 16,285 എത്തുകയും ചെയ്തു. ബാങ്കിൻ്റെ ബിസിനസ് പോർട്ട്ഫോളിയോയിൽ 33% വളർച്ചയുണ്ടായി. റൂറൽ പോർട്ട്ഫോളിയോയിൽ 5% വളർച്ചയും കോർപ്പറേറ്റ് പോർട്ട്ഫോളിയോയിൽ 11.9% വളർച്ചയും ഉണ്ടാവുകയും ചെയ്തു. ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 25 ബേസിസ് പോയിൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ICICI ബാങ്കിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിൽ ചെറിയ രീതിയിലുള്ള ഒരു പ്രഷർ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇത് HDFC ബാങ്കിൻ്റെയും നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിൽ പ്രഷർ വന്നിട്ടുണ്ട്. ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 4.32% നിന്നും 4.41% ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഇനി ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ 4.25%, 4.40% നിന്നും 4.41% ഇംപ്രൂവ് ആയിരിക്കുന്നത്. അതായത് 25 ബേസിസ് പോയിൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉയർത്തിയിട്ട് പോലും ബാങ്ക് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ്റെ കാര്യത്തിലും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. സ്റ്റോക്ക് ഓൾ ടൈം ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. മന്ത്ലി ക്യാൻഡൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ സ്ട്രോങ് ബുള്ളിഷ് മൊമെൻറ്റം കഴിഞ്ഞ 2 മാസമായിട്ട് കാണാൻ സാധിക്കും. കൂടാതെ 1375 എന്ന ലെവലിൽ ബ്രേക്കൗട്ട് നൽകി 1400 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയാണ്. 1350 സ്റ്റോക്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടായി പ്രവർത്തിക്കും. 1300 സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ടുമുണ്ട്. ഗോൾഡ്മാൻ സാൻസ് ഉൾപ്പെടെയുള്ള പല ബ്രോക്കേജ് ഏജൻസികളും സ്റ്റോക്കിൽ പോസിറ്റീവ് ഔട്ട്ലുക്കാണ് വെച്ച് പുലർത്തിയിരിക്കുന്നത്. ഇനി മുൻനിര ബാങ്കുകളിൽ ക്വാർട്ടർലി റിസൾട്ട് വരാനുള്ളത് ആക്സിസ് ബാങ്കിൻ്റേതാണ്. ആക്സിസ് ബാങ്കിനും ഒട്ടുമിക്ക ബ്രോക്കേജ് ഏജൻസികളും ബൈയിങ് റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. ICICI ബാങ്കിൻ്റെയും HDFC ബാങ്കിൻ്റെയും ക്വാർട്ടർലി റിസൾട്ട് ഡീസൻ്റ് ആയതുകൊണ്ട് ആക്സിസ് ബാങ്കിലും നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് പ്രതീക്ഷിക്കാം.
സ്റ്റോക്ക് 1200 അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 1200 ഒരു റെസിസ്റ്റൻസ് സോണാണ്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങോട് കൂടി ഈ റെസിസ്റ്റൻസ് സോണിന് മുകളിൽ ബാങ്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 1300 പോലുള്ള ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്